ഇന്ന് മുതൽ എൻ്റെ ഈ 90 വയസ്സായ അച്ചമ്മയ്ക്ക് എഴുതാനും വായിക്കാനും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 പേരാണ് അമ്മയും അതുപോലെ തന്നെ അച്ചമ്മയും. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അമ്മൻ്റെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ പറയും എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന്. നിങ്ങളപ്പോൾ വിചാരിക്കും അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമാണെന്ന്. അമ്മ പണ്ട് 3ാം ക്ലാസ് വരെ പഠിക്കാൻ പോയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അച്ചമ്മൻ്റെ ഉമ്മർത്ത് പിടിച്ചു നിൽക്കുന്നത്. പേനയും പേപ്പറും അമ്മൻ്റെ കൊടുത്താൽ കറക്റ്റ് അമ്മൻ്റെ പേര് എഴുതാൻ കിട്ടും. യശോദാന്ന് എഴുതാൻ കിട്ടും അമ്മയ്ക്ക്. അച്ഛൻ്റെ പേര് കണ്ണൻ എന്നൊന്ന് എഴുതാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറെ നേരം ആലോചിച്ചിട്ട് കാന്നൊന്ന് എഴുതി. പിന്നെയും കുറെ നേരം ആലോചിച്ച് കാന്ന് വീണ്ടും എഴുതി. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു നായും എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ട് കണ്ണൻ എഴുതാൻ പറയുന്നത് കണമല എന്നാണ് അമ്മ എഴുതി വെക്കുന്നത്. ഈ പഠിപ്പാണ് അച്ഛമ്മന്റെ ഉമ്മർത്ത് എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് അമ്മ പറയുന്നത്. പക്ഷെ അച്ഛൻ പണ്ടത്തെ 10ാം ക്ലാസ് ആണ് കേട്ടാ. പിന്നീട് ഇപ്പൊ എന്റെ അച്ഛമ്മന്റെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കട്ടെ, നിങ്ങളുടെ പേരൊക്കെ എഴുതാൻ പഠിപ്പിക്കട്ടെ ചോദിച്ചപ്പോ അച്ഛമ്മ ഒന്നും അറിയില്ല എന്ന് പറയില്ലേ. എനിക്ക് എല്ലാം അറിയാന്നാണ് അച്ഛമ്മ എപ്പോഴും പറയുക. പേരെഴുതാൻ അറിയോ? പേരെഴുതാൻ അറിയോ? എന്റെ പേര് എന്റെ മാത്രം തങ്കാന്ന്. അച്ഛമ്മയ്ക്ക് അറിയോന്ന് അറിയാൻ വേണ്ടി ഒരു ബുക്കും പേനയും കൈ കൊടുത്തിട്ട് തങ്കാന്ന് ഇപ്പൊ എഴുതാൻ വേണ്ടി പറയാണ്. അച്ഛമ്മ പേന കയ്യിലെടുത്തിട്ട് താന്ന് പറയേണ്ട അവിടെ ഒരു 0 വരച്ചിട്ട് പിന്നെ ഒരു ന്യായും കൂടെ വരച്ച് വെക്കുകയാണ്. അച്ഛമ്മയ്ക്ക് ഒന്നും അറിയില്ലെങ്കിലും അറിയില്ല എന്ന് തുറന്നു പറയില്ല. ഇതാണ് തങ്ക, ഇങ്ങനെയാണ് തങ്കാന്ന് എഴുതുക, ഇങ്ങനെയാണ് എഴുതുക. അങ്ങനെ അച്ഛമ്മ എഴുതിയത് മൊത്തം തെറ്റാണെന്ന് അച്ഛമ്മനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ അമ്മനെ വിദ്യാഭ്യാസത്തിൽ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛമ്മ സമ്മതിച്ചപ്പോൾ ഒരു ബുക്കും പേനയും വാങ്ങാൻ വേണ്ടി കടയ്ക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ബുക്കും പേനയും വാങ്ങിച്ചപ്പോൾ അച്ഛമ്മയുടെ കൊടുക്കുകയാണ്. അമ്മനെ തോൽപ്പിക്കണം എന്നുള്ള വാശിയിൽ അച്ഛമ്മ ശരിക്കും ചിലപ്പോൾ എഴുതാനും വായിക്കാനും പഠിക്കും. പണ്ട് ഇതുപോലെ അച്ഛമ്മനെ അക്ഷരമാല എഴുതാൻ പഠിപ്പിക്കാൻ നിന്നതാണ്. അന്ന് എനിക്ക് പ്രാന്തായി ശരിക്കും. അതുകൊണ്ട് അച്ഛമ്മനെ എല്ലാം പഠിപ്പിക്കണില്ല. വീട്ടിലുള്ള ആളുകളുടെ പേരും അതുപോലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആദ്യം അച്ഛമ്മന്റെ പേര് തങ്ക എന്നാണ് എഴുതാൻ പഠിപ്പിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ കുറെ നേരം അതിക്ക് സൂക്ഷ്മമായി നോക്കിയിട്ട് അവസാനം അച്ഛമ്മ എഴുതിയത് ഇങ്ങനെയായി. കുഴപ്പമില്ല, ആദ്യ തവണ അല്ലേ എന്ന് പറഞ്ഞ അച്ഛമ്മന്റെ കൈ പിടിച്ച് കുറെ തവണ കൈ കൊണ്ട് താ 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 എന്ന് എഴുതാൻ പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛമ്മ എഴുതലും പറച്ചിലും ഒരുമിച്ചാണ്. ശേഷം ഞാനിപ്പോൾ നിങ്ങളോട് എഴുതി പഠിക്കുകയെന്ന് പറഞ്ഞ് പുതിയ വീടിന്റെ തറ നനയ്ക്കുകയാണ്. ഇപ്പം ഞാൻ തറ നനയ്ക്കുമ്പോൾ അച്ഛമ്മനെ നോക്കിയപ്പോൾ പണ്ട് ചെറിയ പിള്ളേർ ഹോംവർക്ക് ചെയ്യണ പോലെ പാവം എഴുതി പഠിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കുറെ കഴിഞ്ഞ് അച്ഛമ്മന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. അച്ഛമ്മന്റെ പേരിൽ തങ്ക എന്നുള്ളതിൽ താ ക്ലിയർ ആയിട്ട് എഴുതാൻ പഠിച്ചു. അച്ഛമ്മ ചെറിയ സമയത്തിനുള്ളിൽ താ എന്നുള്ളത് എഴുതാൻ പഠിച്ചു. അതിന് അച്ഛമ്മനെ കൈ കൊടുത്ത് അഭിനന്ദിപ്പിച്ചു. അങ്ങനെ അച്ഛമ്മ താ പഠിച്ചു കഴിഞ്ഞ് ഇനിയാണ് കഷ്ടമുള്ളത് ഗ. ഇത് ഞാൻ അച്ഛമ്മനെ പഠിപ്പിക്കാൻ കുറച്ച് പാടുപെടും. ബാക്കിയുള്ളത് പഠിപ്പിക്കുമ്പോഴേക്കും അച്ഛമ്മന്റെ ഫ്രണ്ട് വന്ന് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം സംസാരിച്ചിരുന്നു. ഫ്രണ്ട് പോയി. അപ്പോഴേക്കും വേറെ ഫ്രണ്ട് വന്നു. അങ്ങനെ ഈ ഫ്രണ്ട് പോയതിന് ശേഷം അച്ഛമ്മന്റെ വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നത് എന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി ഇപ്പൊ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് അവര് പോയി. വീണ്ടും അച്ഛമ്മ ഡ്രസ്സൊക്കെ മാറി. ആർക്കാണ് വോട്ട് ചെയ്തത് ചോദിച്ചപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാണ്ട് പോയി അച്ഛമ്മ കടന്നു. അച്ഛമ്മ എഴുതാനും വായിക്കാനും പഠിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഒരു പേടി. വിദ്യാഭ്യാസത്തിൽ അമ്മനെ മറികടക്കുമെന്നാണ് അമ്മന്റെ ടെൻഷൻ. ഒരു 2 മാസം ആകുമ്പോഴേക്കും അച്ഛമ്മനെ ഒരുവിധം എല്ലാം പഠിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ശരി, അച്ഛമ്മനെ എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് വരാം.